അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ എല്ലാവരും ആട്ടിടയന്മാരാകുന്നു, അല്ലെങ്കിൽ കാവൽക്കാരാകുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഉത്തരവാദികളും ആകുന്നു. ഭരണാധികാരി, അതായത് ഇമാമ്, രക്ഷാധികാരിയാകുന്നു അല്ലെങ്കിൽ കാവൽക്കാരനാകുന്നു അയാളുടെ പ്രജകളുടെ മേളിൽ. ഒരു മനുഷ്യൻ കാവൽക്കാരനാകുന്നു അവൻ്റെ കുടുംബത്തിൻ്റെ മേളിൽ. പിന്നെ അവൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങൾ, പണികൾ, ജോലികൾ, ഇതിലൊക്കെ. ഒരു സ്ത്രീ രക്ഷാധികാരിയാകുന്നു അതല്ലെങ്കിൽ കാവൽക്കാരിയാകുന്നു അവളുടെ വീട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്, അതുപോലെ അവളുടെ ഉത്തരവാദിത്വത്തിലുള്ള കാര്യങ്ങൾ. ഒരു വേലക്കാരൻ കാവൽക്കാരനാകുന്നു അയാളുടെ ഉടമസ്ഥൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിലും അയാളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നതിലും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നും എനിക്ക് തോന്നുന്നു, ഒരു മനുഷ്യൻ കാവൽക്കാരനാകുന്നു അവൻ്റെ പിതാവിൻ്റെ സമ്പത്തിൻ്റെ മേളിലും. ഇബ്നു ഉമർ നബിഹി റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കുല്ലുകും റായിൻ വമസ്ഊലുൻ അൻ റഇയ്യതിഹി വൽ ഇമാമു റായിൻ വമസ്ഊലുൻ അൻ റഇയ്യതിഹി വറജുലു റായിൻ ഫി അഹ്ലിഹി വമസ്ഊലുൻ അൻ റഇയ്യതിഹി والمرأة في البيت زوجها راعية ومسؤولة عن رعيتها والخادم في مال سيده راع ومسؤول عن رعيته قال وأحسب أن قد قال والرجل راع في مال أبيه. ആരെങ്കിലും ഒരാളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വസിയത്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക്, അങ്ങനെ പറഞ്ഞാൽ ആ വസിയത്ത് സ്വീകാര്യമാണോ? ആരൊക്കെയാണ് ബന്ധുവായി കണക്കാക്കേണ്ടത്? ഇദാ വഖഫ ഔ ഔസാൽ ലി അഖ്രിബിഹി വമനിൽ അഖാരിബ്. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹയോട് പറഞ്ഞു, നീ നിന്റെ തോട്ടം നിന്റെ ബന്ധുക്കളിൽപ്പെട്ട ഏറ്റവും പാവങ്ങളായിട്ടുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ അദ്ദേഹം അത് ഹസന് കൊടുത്തു, ഹസനും ഉബയ്യിബ്നു കഅബിനും കൊടുത്തു. അനസ് കൂട്ടിച്ചേർക്കുന്നു മറ്റൊരു വിശദീകരണത്തിൽ, അത് അദ്ദേഹം ഹസനും ഉബയ്യിബ്നു കഅബിനും കൊടുത്തു. അവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്നേക്കാളും. ഹസനും ഉബയ്യിനും അബൂ തൽഹയോട് ഉണ്ടായിരുന്ന ബന്ധം ഇങ്ങനെയായിരുന്നു. അബൂ തൽഹയുടെ പേര് സെയ്ദ് എന്നായിരുന്നു. സഹലിൻ്റെ മകനായിരുന്നു. അൽ അസ്വദിൻ്റെ മകനായിരുന്നു. അൽ ഹറമിൻ്റെ മകനായിരുന്നു. അൽ അംറിൻ്റെ മകനായിരുന്നു. സെയ്ദ് ബിൻ മനാത്തിൻ്റെ മകനായിരുന്നു. അദിയിൻ്റെ മകനായിരുന്നു. അൽ ഹസനും ഉബയ്യും അബൂ തൽഹയുമായി ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഇങ്ങനെയായിരുന്നു. അബൂ തൽഹയുടെ പേര് സെയ്ദ് എന്നായിരുന്നു. സഹലിൻ്റെ മകൻ, അൽ അസ്വദിൻ്റെ മകൻ, അൽ ഹറമിൻ്റെ മകൻ, അൽ അംറിൻ്റെ മകൻ, സെയ്ദ് മനാത്തിൻ്റെ മകൻ, അദിയുടെ മകൻ, അംറിൻ്റെ മകൻ, മാലിക്കിൻ്റെ മകൻ, നജ്ജാറിൻ്റെ മകൻ. ഹസൻ എന്ന് പറയുന്നത് സാബിത്തിൻ്റെ മകനായിരുന്നു. അൽ മുന്തിറിൻ്റെ മകൻ, ഹറമിൻ്റെ മകൻ. അതായത് അബൂ തൽഹയും ഹസനും ഒരു പൊതുവായ വലിയ വല്യാപ്പ ഉണ്ടായിരുന്നു, അതായത് ഹറം. അവരുടെ വംശപരമ്പരയിൽ മൂന്നാമൻ മുകളിലേക്ക് പോകുമ്പോൾ ഹസനും അബൂ തൽഹയും ഉബയ്യും ഒരേ പാരമ്പര്യത്തിൽപ്പെട്ടതായിരുന്നു, അതായത് ഒരേ വംശപരമ്പരയിൽപ്പെട്ടതായിരുന്നു. അംർ ഇബ്നു മാലിക് ആറാമത്തെ തലമുറയിൽ ആയിരുന്നു അത്. ഉബയ്യ് കഅബിൻ്റെ മകനായിരുന്നു, ഖൈസിൻ്റെ മകനായിരുന്നു, ഉബൈദിൻ്റെ മകനായിരുന്നു, സെയ്ദിൻ്റെ മകനായിരുന്നു, മുആവിയയുടെ മകനായിരുന്നു, അംറിൻ്റെ മകനായിരുന്നു, മാലിക്കിൻ്റെ മകനായിരുന്നു, നജ്ജാറിൻ്റെ മകനായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ വംശപരമ്പര പോവുകയാണ്. അപ്പോൾ അതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു കഅബ്, ഇബ്നു ഖൈസ്, ഇബ്നു ഉബൈദ്, ഇബ്നു സെയ്ദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെള്ളിയാഴ്ച ഖുത്ബ കേൾക്കാം. അതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. മുജാഹിദുകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഇരുന്നിട്ട് പള്ളിയിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അവർ പറയുന്നത് അതൊക്കെ മുശ്രിക്കുകളാണ്, തെറ്റ് ചെയ്തവരാണ്, മുസ്ലിങ്ങൾ പോലുമല്ല. എന്തിനാണ് ജുമുഅയ്ക്ക് അവരെയൊക്കെ പേരിരുന്ന് വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഒറ്റ ഹനഫി പള്ളികളിലും ഒരുപാട് സ്റ്റേറ്റുകളിൽ കേരളത്തിന് പുറത്തുള്ള ഹനഫി പള്ളികളിൽ ഞാൻ ജുമുഅ നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് ഇതൊന്നും വിളിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. ആകെ ഒരു വ്യത്യാസം കണ്ടതെന്ന് പറയാവുന്ന അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമത്ത് സുഹ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ, ഉസ്മാൻ, അലി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹസൻ, അൽ ഹുസൈൻ, പിന്നെ ഫാത്തിമത്ത് സുഹ്റ എന്നും കൂടെ എടുത്ത് പറയാറുണ്ട്. അത് നമ്മുടെ പള്ളികളിൽ കേൾക്കാറില്ല. ഹസൻ ഹുസൈൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയൊക്കെ പേര് റളിയല്ലാഹു അൻഹും
അവരുടെ പേരുകൾ പറയുന്നത് കേൾക്കാറില്ല. ഈ ഒരു വ്യത്യാസം ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. മക്കയിലും മദീനയിലൊക്കെ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വംശപരമ്പരയിൽ അവർ ബന്ധുവായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. 6 തലമുറയും 3 തലമുറയൊക്കെ മുമ്പ് അവർ ഒന്നായിരുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു, ആരെങ്കിലും ഒരാൾ അവരുടെ സമ്പത്ത് അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കണം എന്നാഗ്രഹിച്ചാൽ അവരുടെ ഏതെങ്കിലും ഒരു വംശപരമ്പരയിലുള്ള ഒരു കാരണവർ ഒന്നായിരിക്കണം, അപ്പോഴാണ് ബന്ധുവായി കണക്കാക്കുകയുള്ളൂ. അപ്പോൾ 1 തലമുറ 2 തലമുറ 3 5 6 വരെയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അനസിൻ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅബി ത്വൽഹത ഇജാൽഹു ലിൽഫുഖറാഇ أقاربك فجعلها لحسان وأبي بن كعب. وقال الأنصاري حدثني أبي عن ثمامة عن أنس بمثل حديث ثابت قال اجعلها لفقراء قرابتك. قال أنس فجعلها للحسان وأبي بن كعب وكان أقرب إليه مني وكان قرابه حسان وأبي من أبي طلحة واسمه زيد بن السهل ابن الأسود ابن الحرامي ابن العمري ابن الزيد مناطة ابن عدي ابن عمري ابن مالك ابن نجار وحسان ابن ثابت ابن المنذر ابن حرامي فيجتمعان إلى حرامي وهو الأبو الثالث. وحرام ابن عمرو ابن زيد مناطة ابن عدي ابن عمرو ابن مالك ابن النجار وهو يجامع حسان وأبا طلحة وأبي إلى 6 آباء إلى عمرو ابن مالك وهو أبي بن كعب ابن قيس ابن عبيد ابن زيد ابن معاوية ابن عمري ابن مالك ابن نجاري فعمرو ابن مالك يجمع حسان وأبا طلحة وأبيا. قال بعضهم إذا أوصى لقرابته فهو إلى ആബാഇഹി ഫിൽ ഇസ്ലാം. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹയോട് പറഞ്ഞു, ഞാൻ നിന്നോട് നിന്റെ തോട്ടം നിന്റെ ബന്ധുക്കളിൽ വീതം വെച്ച് ദാനമായി കൊടുക്കാൻ ഉപദേശിക്കുന്നു. അബൂ ത്വൽഹ പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനത് ചെയ്തോളാം. അങ്ങനെ അബൂ ത്വൽഹ അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും സഹോദരന്മാർ, അതായത് മറ്റു പിതാക്കന്മാരിൽ നിന്നുള്ള സഹോദരന്മാർ, നമ്മുടെ കസിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ചേട്ടനനിയൻ മക്കൾ, അല്ലെങ്കിൽ പൂപ്പാമാരുടെ വകയിലുള്ള ചേട്ടനനിയന്മാർ തലമുറകൾ കഴിഞ്ഞിട്ട്. ഇബ്നു അബ്ബാസ് പറയുന്നു, ഖുർആനിക വചനം വന്നപ്പോൾ നിന്റെ ഗോത്രത്തെ നീ താക്കീത് കൊടുക്കുക, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും അടുത്ത ആളുകളെ. 26-ാമത്തെ സൂറത്ത് 214-ാമത്തെ വചനം. അത് അവതരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിലുള്ള വലിയ വലിയ കുടുംബങ്ങളെയൊക്കെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഓ ബനി ഫിഹ്ർ, ഓ ബനി അദി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതായത് വംശപരമ്പരയിൽ പെട്ടതാകുന്നു, അവരെല്ലാവരും വളരെ അടുത്തവരും ആകുന്നു. അബൂ ഹുറൈറ പറയുന്നു, ഈ ആയത്ത് വചനം വന്നപ്പോൾ നീ നിന്റെ ഗോത്രങ്ങളെ താക്കീത് കൊടുക്കുക, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നോട് അടുത്തവർ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഖുറൈശികളെ, പാരമ്പര്യ സ്വത്ത് വസിയ്യത്ത് ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആരാണ് അടുത്ത ബന്ധുക്കൾ എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ വിഷയം വിട്ട് പുറത്തു പോയിട്ടൊന്നുമില്ല. അന്നഹു സമിഅ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅബി ത്വൽഹത അറാ അൻ തജഅലഹ ഫിൽ അഖറബീന ഫഖാല അബൂ ത്വൽഹത ഫഅലു യാ റസൂലല്ലാഹ് ഫഖസമ അബൂ ത്വൽഹത ഫി അഖാരിബി وبني عمه. وقال ابن عباس لما نزلت وأنذر عشيرتك الأقربين الشعراء 214. جعل النبي صلى الله عليه وسلم ينادي يا بني فهر يا بني عدي لبطون قريش. وقال أبو هريرة لما نزلت وأنذر عشيرتك الأقربين الشعراء 214. قال النبي صلى الله عليه وسلم يا معشر القريش. കുട്ടികളും സ്ത്രീകളും ബന്ധുക്കൾ എന്നതിൽ ഉൾപ്പെടുന്നുണ്ടോ?
അതായത് വിൽപത്രത്തിൻ്റെ കാര്യത്തിലാണ്. ഹൽ യദ്ഖുലു നിസാഉ വൽ വലദു ഫിൽ അഖാരിബി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ വഹി വന്നപ്പോൾ നിങ്ങളുടെ ഗോത്രത്തിന് താക്കീത് കൊടുക്കുക, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്തവരും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഖുറൈശികളെ, അല്ലെങ്കിൽ അതുപോലെ അതിന് തത്തുല്യമായ എന്തോ വാക്കാണ് ഉപയോഗിച്ചത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങുക എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങളെ രക്ഷിക്കുക നരകത്തീയിൽ നിന്ന്. കാരണം എനിക്ക് നിങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അല്ലയോ അബ്ദുമനാഫിൻ്റെ മക്കളെ, ബനി അബ്ദുമനാഫെ, എനിക്ക് നിങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അല്ലയോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബെ, എനിക്ക് നിങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മായിയായ സഫിയ, നിങ്ങളെ എനിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അല്ലയോ ഫാത്തിമ ബിന്ദു മുഹമ്മദ്, അതായത് മുഹമ്മദിൻ്റെ മകളായ ഫാത്തിമ, എന്നോട് നീ എന്ത് വേണമെങ്കിലും സമ്പത്തിൽ നിന്ന് ചോദിച്ചുകൊള്ളുക, പക്ഷേ എനിക്ക് നിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന അൻസലല്ലാഹു അസ്സ വജല്ല വഅൻദിർ അശീറതകൽ അഖ്റബീൻ. അശ്ശുഅറാ 214. ഖാല യാ മഅശറ ഖുറൈശ് ഔ കലിമതൻ നഹ്വഹാ ഇശ്തുറൂ അൻഫുസകും ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ യാ ബനി അബ്ദി മനാഫ് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ വയാ സഫിയ്യത്തു അമ്മത റസൂലില്ലാഹ് ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ വയാ ഫാത്തിമത്തു ബിൻത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലീനി മാ ശിഅ്തി മിൻ മാലി ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഓരോ മനുഷ്യരും അവരെ സ്വയം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ്. അതായത് സൽപ്രവർത്തികൾ, നന്മകൾ പ്രവർത്തിക്കേണ്ടതാണ്. പിന്നെ അള്ളാഹുവിനോട് അനുസരണ കാണിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവുകൾ അനുസരിക്കേണ്ടതാണ്. എത്ര മാത്രം അടുത്ത ആളാണെങ്കിലും, അതായത് റസൂലിനോട് എത്ര വലിയ ബന്ധുവാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വിൽപത്രത്തിൻ്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ അതിൻ്റെ അവകാശപ്പെട്ട ആൾ അതിൽ നിന്നും ആ വിൽപത്രം അല്ലെങ്കിൽ ആ എഴുതി വച്ചിരിക്കുന്നതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ പറ്റുമോ? ഹൽ യൻതഫഉൽ വാഖിഫു ബി വഖ്ഫിഹി. ഉമർ റളിയല്ലാഹു അൻഹു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒരു വഖഫ് സ്വത്തിൻ്റെ രക്ഷാധികാരി അല്ലെങ്കിൽ ആ നടത്തിപ്പുകാരനായ ആൾക്ക് അതിൽ നിന്നും അത്യാവശ്യത്തിനുള്ളത് ആഹാരത്തിനായി എടുക്കാവുന്നതാണ്, ആഹാരം കഴിക്കാവുന്നതാണ്. അതായത് ഈ പള്ളി ഭരണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഓവറായിട്ടാണ് ഇപ്പോഴൊക്കെ പറയുന്നത്. പള്ളിയിൽ നിന്നുള്ള ഒരു മണി അരി പോലും വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ പൊതു ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിന് തത്തുല്യമായ എത്ര സമയമാണ് ജോലി ചെയ്യുന്നതിനുള്ള ചിലവിനുള്ളതൊക്കെ എടുക്കാവുന്നതാണ് എന്നാണ് നമ്മൾ ഇതിനു മുമ്പ് പല ഹദീസുകളിൽ കണ്ടത്. ഒരു സ്ഥാപനം അല്ലെങ്കിൽ വഖഫ് ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ ചെയ്ത ആളാണെങ്കിലോ അതല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ട്രസ്റ്റി അല്ലെങ്കിൽ ഭരണാധികാരിയായ ഒരാളാണെങ്കിലോ ഇങ്ങനെയൊക്കെ ആകാവുന്നതാണ്. അതുപോലെ തന്നെ ബദന, അതായത് അറവ് മൃഗം അല്ലെങ്കിൽ ഒട്ടകമാണ്. നമ്മൾ ഹജ്ജിലൊക്കെ കണ്ടിരുന്നു. ബദന എന്ന് പറഞ്ഞാൽ ഒട്ടകം, അറക്കുന്ന ഒട്ടകത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ബലിമൃഗം. അങ്ങനെ ഒരാൾ ബദനയെ അർത്താൽ അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അർത്താൽ, അതായത് ആട്, എന്ത് മൃഗത്തിനെ അർത്താലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആണെങ്കിൽ അവൻ അതിൽ നിന്നും അനുഭവിക്കാൻ അനുവദനീയനാകുന്നു. അതായത് ആ ഇറച്ചിയെടുത്ത് കഴിക്കാവുന്നതാണ്, മറ്റുള്ളവർക്കെല്ലാം അനുവദനീയമായ പോലെ. അപ്പോൾ അതായത് എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു വീതം എടുക്കാം എന്നാണ് പറയുന്നത്. കൂടുതൽ എടുക്കാൻ പാടില്ലായിരിക്കും. അതിനെപ്പറ്റി വേറെ എവിടെയെങ്കിലും കൂടുതൽ പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഹദീസ് അനുസരിച്ചിട്ട് നമ്മൾ അറുത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും എത്രയാണോ കൊടുക്കുന്നത് അതുപോലത്തെ ഒരു വീതം നമുക്കും എടുക്കാം. അതായത് വഖഫ് ചെയ്ത ആൾക്കും ആ സ്വത്തിൽ അവകാശമുണ്ട്. കാരണം വഖഫ് ചെയ്ത സ്വത്ത് എന്ന് പറഞ്ഞാൽ പൊതുസ്വത്തായി, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്വത്തായി, അതല്ലെങ്കിൽ പള്ളിയുടെ പൊതുസ്വത്തായി. അത് എല്ലാവർക്കും ഒരുപോലെയാണ് അവകാശം. വഖഫ് ചെയ്ത ആൾക്കും അതിൽ അവകാശം ഉണ്ട്. വഖദ് ഇസ്തറത ഉമർ റളിയല്ലാഹു അൻഹു ലാ ജുനാഹ അലാ മൻ വലിയഹു അൻ യഅകുല മിൻഹാ വഖദ് യലിയൽ വാഖിഫു വഗൈറുഹു വകദാലിക കുല്ലു മൻ ജഅല ബദനതൻ ഔ ശൈഅൻ ലില്ലാഹ് ഫലഹു അൻ യൻതഫിഅ ബിഹാ കമാ യൻതഫിഉ ഗൈറുഹു വഇല്ലം യസ്തരിത്. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു,
പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അറവ് മൃഗത്തിനെയും കൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ പുറത്ത് കയറി നീ യാത്ര ചെയ്തോളൂ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂല്, ഇത് ബദനയാണ്, അതായത് അറവ് മൃഗമാണ്, അതുകൊണ്ട് ഞാൻ അതിനോട് ബഹുമാനം കാരണം അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ആവർത്തിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ നാലാമത്തെ പ്രാവശ്യം അദ്ദേഹം അത് പറഞ്ഞു, അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നിനക്ക് നാശം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും പറഞ്ഞത്, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ. അപ്പോൾ അത് ഏതായാലും അതിനോട് പ്രത്യേകം ബഹുമാനം കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കയറാതിരിക്കുക. ഇപ്പോൾ അറവ് മൃഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രത്യേകം എന്തെങ്കിലും സ്റ്റാറ്റസ് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്നേഹം കാണിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് അറവ് മൃഗമല്ലേ എന്നൊക്കെ വിചാരിക്കാനൊന്നും പാടില്ല. അപ്പോൾ അത് ഒട്ടകോ കുതിരയോ കാളയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അപ്പോൾ നമ്മൾ ഇറക്കുന്ന ആട് ഒക്കെ ആണെങ്കിൽ ഇത് ബാധകമല്ല, നമ്മൾ അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാറില്ല. പിന്നെ അത് ആ കാലഘട്ടത്തിന് ബാധകമായിരുന്നു. ഇനിയിപ്പോൾ ഭൂമിയിൽ 3-4 ലോക മഹായുദ്ധം അതുപോലെയുള്ളതൊക്കെ വന്ന് കാറും ഒന്നും ഇല്ലാതെയായി വീണ്ടും കഴുതയുടെ പുറത്തൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നാൽ ഇത് ബാധകമാകും. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യസൂഖു ബദനതൻ ഫഖാല ലഹു ഇർകബ്ഹാ ഫഖാല യാ റസൂലുള്ളാഹി ഇന്നഹാ ബദനത്തുൻ ഫഖാല ഫി الثالثة ഔ ഫി الرابعة ഇർകബ്ഹാ വൈലക ഔ വൈഹഖ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറകല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.